ഹലോ എവരിബഡി, ഇന്ന് ഞാനൊരു മുട്ട അവിയലാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടത് 4 മുട്ട ഞാൻ പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതതിൻ്റെ അരപ്പാണ്. ഏകദേശം ഒരു അര തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ തേങ്ങയായിരുന്നു. അര തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ഇത്തിരി മല്ലിപ്പൊടിയും ഇട്ടിട്ടുണ്ട്. പിന്നെ കുരുമുളക്, ചുമന്നുള്ളി, ഒരു തണ്ട് കറിവേപ്പില. ഇനി ഈ അരപ്പ് നമ്മൾ കലക്കുമ്പോൾ അതിൽ ചേർക്കാനുള്ളതാണ് 3 പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് കീറിയതും, ഒരു തണ്ട് കറിവേപ്പിലയും, പിന്നെ നമ്മുടെ ഉപ്പും. ഇത് തോരൻ്റെ അരപ്പുമല്ല, എന്നാൽ അതിലും കുറച്ചുകൂടെ അരയണം. എന്നാൽ നല്ല നേർക്കുകയും വേണ്ട ആ ഇതിൽ. അതായത് നമ്മൾ മറ്റേ അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള ആ പാകത്തിന് വേണം ഇത് അരച്ചെടുക്കാൻ. ഇനി നമുക്ക് ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന പാത്രത്തിലേക്ക് ഇതും കുറച്ച് വെള്ളവും കൂടെ കഴുകി ഒഴിക്കും. നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഈ അരപ്പങ്ങ് കഴുകിയെടുക്കും. നമുക്ക് പച്ചമുളകും ഒക്കെ വേകാനുള്ള വെള്ളം വേണ്ടേ, അതിനായിട്ട്. ഓക്കെ, ഈ പാകത്തിൽ നമ്മൾ എടുത്തു. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ കറിവേപ്പിലയും ഇപ്പം കീറി വെച്ചിരിക്കുന്ന ഈ പച്ചമുളകും എല്ലാം ഇടുക. ഈ സമയത്ത് നമുക്ക് ഒരിച്ചിരി മുളക് പൊടിയും കൂടി ഇടാം. ഉപ്പ് നമുക്ക് മുട്ട ആയതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ച് ആദ്യം ഇടുക. ഉപ്പില്ലെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാം. ഉപ്പും ഇട്ട് ഇത് തിള വന്നു കഴിഞ്ഞ് ഇനി നമുക്ക് മുട്ട മുറിച്ചിതിൽ ചേർക്കണം. നമ്മൾ ഈ മുട്ട 2ആയിട്ട് മുറിച്ച് വീണ്ടും 2ആക്കുക. അങ്ങനെ ഈ 4 മുട്ടയും നമ്മൾ മുറിച്ചെടുക്കുക. ഇപ്പം നമ്മൾ 4 മുട്ടയും ഇതുപോലെ കഷ്ണങ്ങളാക്കി ഇതിലൊട്ടിട്ടിട്ടുണ്ട്. ഇതിനെ നമ്മൾ ചുറ്റുമാണ് വേണ്ടത്. ഒന്ന് ചുറ്റി ചെറുതീയിൽ ഇതിങ്ങനെ വേവിച്ചെടുക്കുക. നമ്മൾ ഇടയ്ക്ക് ഇതൊന്ന് ചുറ്റണം. എന്നുവെച്ചാൽ ഇതിൻ്റെ വെള്ളം മുഴുവൻ നമുക്ക് വറ്റണം, എന്നാലാ, അല്ലെങ്കിൽ ഉളുമ്പു മണം വരും. അത് അടി പിടിക്കാതിരിക്കാൻ ഇടയ്ക്ക് ഇവനെ എടുത്ത് ചുറ്റുക. ഇളക്കിയ മുട്ടയെല്ലാം പൊടിഞ്ഞു പോകുക. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞു. നമുക്കൊരു 3-4 കറിവേപ്പിലയും ഇതിൻ്റെ പുറത്തോട്ടിട്ടിട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഇതിനെ ഒന്ന് ചുറ്റിക്കുക. ഞാനിത് ഓഫ് ചെയ്തു. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇട്ട് ചുറ്റുക. അപ്പം നമ്മുടെ മുട്ട അവിയൽ റെഡിയായി. നിങ്ങൾ കുരുമുളക് അരയ്ക്കുന്നില്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും മതി കേട്ടോ. നമ്മുടെ മുട്ട അവിയൽ റെഡിയായിട്ടുണ്ട്. ഇത് വെറും മുട്ട മാത്രമേ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മുരിങ്ങയ്ക്കായി കീറിയിടുകയോ തക്കാളിയോ ഉരുളക്കിഴങ്ങോ ഒക്കെ ചേർക്കാം. പക്ഷേ ഇതിൽ കൂടുതൽ ടേസ്റ്റി ഈ മുട്ട മാത്രം ഉണ്ടാക്കുന്നതാണ്. പിന്നെ മറ്റേതിനൊക്കെ കുറച്ചുകൂടെ സമയവും എടുക്കും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കുക, ലൈക്ക് അടിക്കുക, എന്തെങ്കിലും കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.